ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയായ ജമാ മസ്ജിദിലോട്ടാണ് ഇന്നത്തെ യാത്ര. അത് മാത്രമല്ല, അതിന്റെ തൊട്ടടുത്തുള്ള മീനാ ബസാറും കൂടിയാണ് ലക്ഷ്യം. ഡൽഹിയിലെ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് സ്ഥലം മീനാ ബസാർ എന്ന് കുറേ വീഡിയോസിൽ കണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയുണ്ട് ഈ പോക്കിന്റെ ദുരുദ്ദേശം. ഷാജഹാൻ ചക്രവർത്തി പണി കഴിപ്പിച്ച ഈ പള്ളിയിൽ ഏകദേശം 25,000 പേർക്ക് ഒരുമിച്ച് നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. ഡൽഹിയിലെ ഒരുപാട് മെയിൻ സ്പോട്ടുകൾ കവർ ചെയ്ത് അതിന്റെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തപ്പോൾ മിസ്സായ 1-2 മെയിൻ സ്പോട്ടുകളിൽ ഒന്നാണ് ജമാ മസ്ജിദ്. അവിടത്തേക്ക് എത്താൻ ഇപ്പോഴാണ് കഴിഞ്ഞത്. ഇപ്പോൾ പള്ളിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ജമാ മസ്ജിദ് മെട്രോ സ്റ്റേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചാന്ദിനി ചൗക്കിലൂടെയും വരാം. ചാന്ദിനി ചൗക്കിലൂടെ ഏത് ട്രാൻസ്പോർട്ടേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷെ നല്ല തിരക്കായിരിക്കും. മെയിനായിട്ട് ഇലക്ട്രിക് റിക്ഷാസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡൽഹിയിലെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ പകല് പുറത്തിറങ്ങുന്നത് ഏകദേശം ഒരു തീയിലോട്ട് ഇറങ്ങുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വൈകുന്നേരമാണ് കേട്ടോ പോകുന്നത് ഞങ്ങൾ. അപ്പോൾ ഈ ഒരു ലൈറ്റ് കുറവിൻ്റെ കാരണം ഏകദേശമൊക്കെ ഒന്ന് പിടിയിട്ട് കാണുമല്ലോ. നേരത്തെ പറഞ്ഞ 25,000 പേർ ഒരുമിച്ച് നമസ്കരിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ചെരുപ്പിട്ട് ചവിട്ടാൻ പാടില്ല. സോ അവരവരുടെ കൈകളിലോ ഓൺ റിസ്കിലോ ചപ്പൽസ് കീപ്പ് ചെയ്യാവുന്നതാണ്. മെയിനായിട്ട് ചെങ്കല്ലാണ് ഈ പള്ളി പണിയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാർബിളും കൂടി യൂസ് ചെയ്തിട്ട് 5,000 പേർ ചേർന്നിട്ടാണ് ഈ പള്ളിയുടെ പണി പൂർത്തിയാക്കിയത്. അതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1650 മുതൽ 1656 വരെയായിരുന്നു. അങ്ങനെ മുഗൾ രാജവംശത്തിലെ മറ്റൊരു ഐക്കൺ സ്പോട്ടും കൂടി കണ്ടു തീർത്ത് നമ്മൾ പോകുന്നത് മീനാ ബസാറിലോട്ടാണ്. മുന്നേ അപ്ലോഡ് ചെയ്ത് ഡൽഹി വീഡിയോസിൽ ഞാൻ കുറേ മാർക്കറ്റുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സരോജിനി മാർക്കറ്റ്, ചാന്ദിനി ചൗക്ക്, കരോൾ ബാഗ്, അങ്ങനെ കുറേ എണ്ണം. ഇത്തവണ ഡൽഹി എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി നല്ല മാർക്കറ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് ജൻപത് മാർക്കറ്റും പിന്നെ ഈ മീനാ ബസാറും. നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങൾക്ക് പുറമെ ഫുഡ് ഐറ്റംസ്, അതായത് സ്ട്രീറ്റ് ഫുഡ് ഒരുപാടുള്ള മാർക്കറ്റും കൂടിയാണ് മീനാ ബസാർ. അങ്ങനെ ഈ സ്ട്രീറ്റിലെ ഐക്കൺ വണ്ണാണ് മുഹബത്ത് കാ സർബത്ത്. ഫോർട്ട് കൊച്ചിയിലെ കാസ കിച്ചൺ എന്നൊരു മുഹബത്ത് കാ സർബത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് എവിടെ എത്തുന്നില്ല കേട്ടോ. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നാട്ടിലെ ഫ്രണ്ട്സ് നാളെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവർക്ക് കുറച്ച് വീട്ടിലോട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ അവരുടെ കൂടെ ചെന്നതാണ് മാർക്കറ്റിലോട്ട്. എന്നാൽ നമ്മളും വിട്ടിട്ടൊന്നുമില്ല, അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. റീസണബിൾ പ്രൈസിൽ അത്യാവശ്യം കുറേ സാധനങ്ങളുള്ളൊരു മാർക്കറ്റാണ് കേട്ടോ ഇത്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് സാധനങ്ങൾക്കൊക്കെ. സ്ട്രീറ്റ് ഫുഡ് മേടിച്ച് കഴിക്കുന്നതിലും ടേസ്റ്റ് ചെയ്യുന്നതിലും 1-2 തവണയൊക്കെ ആലോചിക്കും, എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ മേടിച്ചു പോകും കേട്ടോ. ലിവർ 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 എന്ന് മാത്രമേ ഇവർ പറയുന്നുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ എന്തിൻ്റെ ലിവറാണെന്ന് ചോദിച്ചപ്പോഴും വളരെ പതുക്കെയാണ് അവർ ബീഫിൻ്റെ ലിവറാണെന്ന് പറഞ്ഞത്. അത്യാവശ്യം കഴിക്കാവുന്ന ഒരു ടേസ്റ്റാണ്, നല്ല മസാലയാണ്. അതുകൊണ്ട് ലിവറിൻ്റെ ആ ഒരു കുത്തൽ അവിടെ വരുന്നില്ല. മസാലയുടെ ടേസ്റ്റാണ് കുറേയൊക്കെ മുമ്പിട്ട് നിൽക്കുന്നത്. ഇതുപോലത്തെ പല കൈൻഡ് ഓഫ് കബാബ്സ് അവിടെ അവൈലബിൾ ആണ്. വേറെ മെത്തേഡിൽ ബീഫിൻ്റെ ലിവർ ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത്. ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, പക്ഷേ കുറച്ച് മുമ്പേ കഴിച്ച കബാബ് ബീഫ് ലിവറിൻ്റെ അത്ര പോരായിരുന്നു. ഇനിയിപ്പോൾ ഈ പോകുന്ന സ്ഥലം കുറച്ച് മുമ്പേ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൽഹിയിലെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ കിട്ടുന്ന ഹാജി മുഹമ്മദ് ഹുസൈൻ ജിയുടെ ചിക്കൻ ഫ്രൈ റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. ഡൽഹിയിൽ KFCയേക്കാൾ വിറ്റഴിക്കുന്ന ചിക്കൻ ആയതുകൊണ്ടും ജമാ മസ്ജിദിൻ്റെ ഐക്കൺ സ്പോട്ട് ആയതുകൊണ്ടൊക്കെയാണ് അങ്ങോട്ടേക്ക് ചെന്നത്. എന്തായാലും നമ്മൾ നിരാശപ്പെടുത്താത്ത ടേസ്റ്റൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹൈജീൻ്റെ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ച് നല്ലൊരു ഫുഡ് സ്പോട്ടാണെന്ന് പറയാൻ പറ്റുന്ന സ്ഥലം അത്. ഹാജി മുഹമ്മദ് ജിയുടെ ഷോപ്പിന് നേരെ ഓപ്പോസിറ്റ്, അതായത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല തിരക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ അവിടെ ഇത്ര തിരക്കെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് ഈ കാണുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല അവിടെ സെർവ് ചെയ്യുന്നത്, ജമാ മസ്ജിദിന്റെ ഐക്കൺ ഡ്രിങ്ക് ആയിട്ടുള്ള മുഹബത്ത് കാ സർബത്ത്. കുറച്ച് മുമ്പേ ഒന്ന് ട്രൈ ചെയ്തതാണെങ്കിലും ഇവിടെ ഇത്രയും തിരക്കും പുള്ളിയുടെ ഈ ആക്ഷൻസും സ്റ്റൈൽസൊക്കെ കാണുമ്പോൾ ഒന്നുകൂടി ട്രൈ ചെയ്യാൻ വേണ്ടി തോന്നി. അങ്ങനെ നമ്മളും മേടിച്ചു ഒരു ഗ്ലാസ്. പക്ഷേ ഇത് പ്രൈസിന് വേർത്തായിരുന്ന ഒരു ഡ്രിങ്ക് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയിലുമാണ് തന്നിട്ടുണ്ട്. അപ്പം ജമാ മസ്ജിദിലെ വിശേഷങ്ങൾ മാത്രമേ ഇപ്പോൾ അവസാനിക്കുന്നുള്ളൂ. ഡൽഹിയിലെ വിശേഷങ്ങളുമായി പെട്ടെന്ന് തിരിച്ചു വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ട്. ബൈ.